ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കൊഴുക്കട്ടയായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് കൊഴുക്കട്ട എന്ന്. അപ്പോൾ ഞാൻ ഒരു ചെറിയ വ്യത്യാസം, ആ ഒരു വ്യത്യാസത്തിലും നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അറിയാമെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കി നോക്കണമെന്നില്ല. എങ്ങനെയായിരിക്കും എന്ന് അതങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ, അപ്പോൾ അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ അത് ഉണ്ടാക്കാൻ കളയണ്ടല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റായിട്ടാണ് കേട്ടോ ഇതെനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയെല്ലാം നമ്മുടെ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് ഉപ്പും ചേർത്ത് ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ചെറിയ ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള ഉരുളകളാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒന്ന് അപ്പച്ചെമ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ നമ്മൾ കുഴച്ചെടുത്തതല്ലേ ഈ മാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചാലും മതി, നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിരുന്ന് വേകട്ടെ. നമുക്ക് അതിനിടയ്ക്ക് നമ്മൾ വെന്ത് വരുമ്പോൾ നമുക്ക് അത് ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് പിന്നീട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കണം കേട്ടോ. ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പിന്നെ മൂത്തൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ സവോള. അപ്പോൾ നമ്മൾ ഉപ്പും ഈ സമയത്ത് അല്പം ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഇതിന് നമ്മൾ ഓൾറെഡി നമ്മുടെ കൊഴുക്കട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ സവോള വഴറ്റുമ്പോൾ ഒരു കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതും മഞ്ഞൾപ്പൊടിയും വേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ചതച്ച മുളകാണ് കേട്ടോ. ചതച്ച മുളക് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് എരിവായിട്ടൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു എരിവ് മതി ഈ ഒരു പലഹാരത്തിനൊക്കെ കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മുളക് ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരുപാട് അങ്ങോട്ടിട്ട് നമ്മൾ ഉടച്ച് കളയരുത്, ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. തണുത്തതാണെങ്കിലും നമ്മൾ അതൊരു ഒരു രീതിക്കൊന്ന് ഒരു ചെറുതായിട്ട് മയത്തിലേ നമ്മളതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ആ മുളകെല്ലാം നമ്മുടെ ഈ കൊഴുക്കട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് മല്ലിയില വേണേലും ചേർക്കാം കേട്ടോ. ഞാൻ മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല. മല്ലിയില ചേർത്താലും അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, എന്നും അല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതൊന്നൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ കഴിക്കാൻ പാകത്തിന് നമ്മൾ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.